നമസ്കാരം. ഞാൻ നടക്കാത്ത ഒരു കാര്യവും പറയാറില്ല. പക്ഷെ ചില ആൾക്കാർ പറഞ്ഞ കഴുതര കാമം കരഞ്ഞ് തീർക്കാണ്, ഞാൻ ഞരമ്പ് രോഗിയാണ്. എൻ്റെ കഴപ്പ് എനിക്ക് പറഞ്ഞു തീർക്കേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ല. യൂട്യൂബിൽ കടൽ പോലെ അതിലില്ലാത്ത സബ്ജക്റ്റില്ല. ഇഷ്ടമുള്ളത് കണ്ടാൽ പോരെ. ഇത് കണ്ടു കഴിഞ്ഞിട്ടും തെറി വിളിക്കുക, അതാണ് ഏറ്റവും വലിയ കഴുതകാമം കരഞ്ഞു തീർക്കൽ. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സെറ്റപ്പാണ്. അവൻ ഒരു വീട്ടമ്മനെ കളിച്ച് കുട്ടീനെ ഉണ്ടാക്കി കൊടുത്ത്. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഇവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. പക്ഷെ ഇപ്പം ഞങ്ങൾ തമ്മിൽ തെറ്റി നിൽക്കുക. എന്താ കാര്യം എന്ന് വെച്ചാൽ അതറിയാനും വയ്യ. പക്ഷെ ഇപ്പം അവൻ എന്നോട് മിണ്ടാറില്ല. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ദിവസം അവനും ഞാനും തമ്മിൽ കണ്ടിട്ടില്ലെങ്കിൽ രാത്രി പാതിരായാലും വീട്ടിൽ പോയിട്ട് വിളിച്ചു നടത്തിയെങ്കിലും കാണും. എവിടെയെങ്കിലും യാത്ര പോയിട്ടൊക്കെ വന്ന അത്ര സൗഹൃദം. ചില ദിവസം ഞാൻ രാവിലെ ഇവനെ വിളിച്ചു നടത്തൽ ഞാനാവും. ഇപ്പോൾ മുകളിലേ കിടക്കുക, വീടിൻ്റെ ഉള്ളിൽ 2ാം നിലയിൽ. ഡോറൊന്ന് ക്ലോസ് ചെയ്യില്ല ഇവൻ്റെ മുറി. പക്ഷെ ആരും അങ്ങനെ അങ്ങോട്ട് ചെല്ലൂല. ഞാൻ കയറി ചെല്ലും. എനിക്ക് ആ വീട്ടിൽ നല്ല ഫ്രീതാണ്. ഞാനിവൻ്റെ മുറി ചെല്ലുമ്പോൾ മലർന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. മുണ്ടായിരിക്കും പുതക്കുക. അപ്പോൾ അതിപ്പോൾ അവൻ യൂസ് ചെയ്യില്ല. ഇവൻ്റെ സാധനം അങ്ങനെ ഉണ്ടല്ലോ, കൊടിമര വലിയ ടെൻറ്റ് കെട്ടിയ പോലെ മുണ്ടിൻ്റെ ഇങ്ങനെ കൂർഫായിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ വിളിച്ചോണത്ത് ഞാൻ ഇതുമായി പിടിച്ചൊക്കെ നോക്കും. സാധനമുണ്ട്, ഒരുപാട് വലിപ്പം വണ്ണമൊക്കെ ഉള്ള സാധനമാണ്. ഇവ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ മുമ്പിൽ ഞാൻ ആരുമല്ല. അവൻ കളിക്കണതൊക്കെ നല്ല ടോപ്പ് ലെവല് പെണ്ണുങ്ങളെ. അന്ന് ഈ വരാപ്പുഴ പാലമൊന്നും വന്നിട്ടില്ല. പാലത്തിൻ്റെ അക്കരെ ഒരു ഹോട്ടൽ മുതലാളി ഉണ്ട്. അയാൾ ഹോട്ടലടച്ചൊക്കെ വരുമ്പോൾ 11-11:30 ആവും. അയാളുടെ വൈഫിന് ഇവനെ അടിച്ചു കൊടുക്കണേ. ഇവർ 8 മണിക്ക് ആ വീട്ടിൽ ചെന്നാൽ 10-10:30 വരെയും കളിക്കും. ഇവനൊരു സൈക്കിളുണ്ട്, ഏത് കാട്ടിൽ ഒളിപ്പിക്കാൻ പറ്റി സൈക്കിൾ മേലെ പോവുക. ഇവന് ഒരു പഞ്ഞുമില്ല. നല്ല കൈ കഴുകി തൊടാനേ പറ്റില്ല, അത്ര ഭംഗിയുള്ളതും നമ്മൾ വിശ്വസിക്കാത്ത വീട്ടിലുള്ള വീട്ടമ്മനൊക്കെ ഇവനെ അടിച്ചു കൊടുക്കണം. ഒരു പ്രാവശ്യം ഇവനെ അടിച്ചാൽ പിന്നെ വേറിടില്ല ഏത് പെണ്ണും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്ത്രീയുണ്ട്. അതിന് ഇവനിൽ ഒരു 5 വയസ്സിന് മൂത്തതാണ്. കല്യാണം കഴിഞ്ഞ വീട്ടമ്മ അവിടെ കെട്ടിച്ചു കൊണ്ടുവന്ന അതിസുന്ദരിയാണ്. ഇതിൻ്റെ ഭർത്താവാണെങ്കിൽ തനി കൗട്ട, വെള്ളമടിച്ച് നടക്കാൻ, പണിക്കും പോവില്ല. അപ്പം ഈ പെണ്ണ് പണിക്ക് പോകും, ഒരു ഓഫീസിലാണ്. നല്ല എഡ്യൂക്കേറ്റഡാണ് ഈ പെണ്ണ്. ഇവനാണെങ്കിൽ ആ പഠിപ്പില്ല. വീട്ടുകാരൊക്കെ പാടെ പറഞ്ഞ തലയിൽ ഏൽപ്പിച്ചു കൊടുത്താണ്. കുട്ടികളായിട്ടില്ല. അപ്പം ഇവനായിട്ട് കമ്പനിയായി കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് ഇവനോട് വിചിത്രമായിട്ടുള്ളൊരാഗ്രഹം പറയാം. കമ്പനിയായി ഇവർ കളിക്കൽ തുടങ്ങി. അപ്പോൾ ഇവൻ എന്നോട് പറയും, എടാ ഞാൻ പല പെണ്ണുങ്ങളെയും കളിച്ചിട്ടുണ്ട്, പക്ഷേ ഇതേപോലൊരു സംഭവം എൻ്റെ ലൈഫിലുണ്ടായിട്ടില്ല. ഭയങ്കര കോപ്പറേഷനാണ്, ഭയങ്കര കളിവാശിയുള്ള പെണ്ണാന്ന് പറഞ്ഞു. പക്ഷേ ഇവളൊരു വിചിത്രമായിട്ടുള്ള ആഗ്രഹം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് കുട്ടികളായിട്ടില്ല, ഇവൻ്റെ ഒരു കുട്ടീനെ പ്രസവിക്കണം. അപ്പോൾ ഇവനങ്ങനെ എത്തിക്സ് എന്ന് നോക്കണ ആളല്ല. ആ പെണ്ണിനൊരാഗ്രഹമല്ലേ, പേടിയുമില്ല ഇവന്. ഇപ്പോൾ ഒരു പ്രതികാരം പോലെയാണ് ഇവളുടെ കളി, ഇവന് കൊടുക്കളി. ഇപ്പോൾ ഒരു ദിവസം എന്നും ഈ പെണ്ണിനെ വർണ്ണിക്കുക. അപ്പോൾ ഞാൻ അത്ര കളിവാശിയുള്ള പെണ്ണാണ് വെച്ച്, ഒരു കാര്യം ചെയ്യാം, ഇന്ന് ഞാൻ പോകുമ്പോൾ നീ പോന്നോ, ഞാൻ ജനല മെല്ലെ തുറന്നിടാം, ലൈറ്റ് ഓഫ് ചെയ്യില്ല, ഞാൻ കളിക്കണം, നീ കണ്ടോ, ഫ്രീ ആയിട്ട് പറയും. അപ്പോൾ ഈ ആളെ ഉറക്കി കിടത്തിയിട്ടാണ് അപ്പുറത്തെ മുറിയിൽ നിന്നാണ് ഇവരുടെ കളി. ഇവനോട് വാശി തീർക്കുക അവള്. അവൻ പിടിച്ചാലും പ്രശ്നമില്ല എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡായി ഉള്ളത്. അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ ഒരു ഓറഞ്ച് കളറുള്ള സാരി, ഓറഞ്ചും അല്ല മഞ്ഞല്ല, എന്തായാലും വേറൊരു കളറിനൊരു പേരൊക്കെ ഉണ്ട്.
ആ സാരി കൊടുത്തേക്കണം. കൂലിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി നിൽക്കുകയാണ് ഈ പെണ്ണ്. അപ്പം കുട്ടീനെ ഉണ്ടാക്കാനുള്ള തീവ്ര ശ്രമത്തിലെ ഇവനും ഇവൻ സിഗരറ്റ് കൊടുത്ത് വാതിൽ തുറന്ന് അകത്ത് കയറി ലൈറ്റിട്ടു, ഡോറ് ക്ലോസ് ചെയ്തു. പിന്നെ താമസമില്ല, കെട്ടിപ്പിടിക്കലും തീവ്രമായിട്ടുള്ള ചുംബനം. ഇപ്പോൾ അങ്ങോട്ട് കയറി കെട്ടിപ്പിടിക്കണം, കിസ് ചെയ്യണം, ഇവൻ എന്തൊക്കെയോ ചെയ്യണം. ഇവൻ്റെ ഡ്രസ്സൊക്കെ ഇവള് ഭ്രാന്തമായിട്ട് അഴിച്ച് മാറ്റുക. അപ്പം എനിക്ക് മനസ്സിലായി ഇവള് ആള് ഡീസൻ്റ് മെമ്പറാണ്. അതിൽ ഇവളുടെ സാരി തുമ്പിൽ പിടിച്ചപ്പോൾ ഇവള് ഒറ്റക്കിറങ്ങൽ. സാറിൻ്റെ ഇങ്ങനെ സാരി കഴിക്കാൻ വേണ്ടി ചിറ്റണ്ട, അവളാണ് ഇറങ്ങിക്കൊടുത്ത്. പിന്നെ സാരിൻ്റെ കുത്തഴിച്ചു, സാരി നിലത്തേക്ക് ഇട്ടു, ബ്ലൗസ് അഴിച്ചു. പിന്നെ അടിപ്പ അവിടെ ഉണ്ട് ചരട് അഴിച്ചപ്പോൾ അതിന് താഴേക്ക് ഊർത്തിയിട്ടു. എന്താ ഒരു സൗന്ദര്യം, എന്തോ ഒരു ഭംഗിയുള്ള പെണ്ണ്. ഇവനിൽ 5 വയസ്സിന് മൂത്തതായാലും അതിൻ്റെ ഒരു അധികാരമുണ്ട് ഇവൾക്ക്. ഇവള് അറ്റാക്ക് ചെയ്യാൻ ബ്രേസിയറാണ് അഴിച്ചപ്പോൾ കേൾക്കണം, എന്താണ് ചെന്തെങ്ങിൻ്റെ കരിക്ക് പോലെ. പ്രസവിക്കാത്ത പെണ്ണല്ല ഇവൻ, വല്ലാണ്ട് ഭർത്താവ് വല്ലാണ്ട് ഇവളെ കളിച്ചിട്ടില്ല. അവന് വെള്ളമടിച്ച് കിറങ്ങി നടക്കണ പണിയാണ്. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവൻ്റെ സാധനം എടുത്ത് അവൾ വായിൽ വെക്കണം, ഇവൻ നക്കി കൊടുക്കണം. അപ്പം ഞാൻ കാണണ്ടെന്ന് ഇവനറിയാലോ. അപ്പോൾ ഇവളെ കൂടുതൽ ഭ്രാന്താക്കി. ഇവളുടെ പെർഫോമൻസ് എനിക്ക് കാണിച്ചു തരണം. ലാസ്റ്റ് ഇവള് മോളിൽ കയറിയിട്ടാണ് അടിക്കണം. അത് കഴിഞ്ഞ് അവൾ കുഴങ്ങിയപ്പോൾ അവൾ കിടന്ന് ഇവൻ കയറി അടിക്കണം. എന്തിനാ പറയണം, 1 മണിക്കൂർ അവിടെ മൽപ്പിടുത്തോടെ നടന്നുപോയി. രണ്ടാളും ഒരു തോണിയില്ലാണ്ട് വിയർത്ത് കുളിച്ച്, ഫാൻ ഫുൾ സ്പീഡിലിട്ടുണ്ട്, എന്നിട്ടും വിയർത്ത് കുളിച്ച്. എനിക്കിത് കണ്ടിട്ട്, പക്ഷേ എനിക്കതിന്ന് പങ്ക് പറ്റാൻ പറ്റില്ല. ഞങ്ങളുടെ പോളിസിയിൽ അതില്ല. ഒരാൾക്ക് കിട്ടുന്നത് അയാൾക്ക് മാത്രം. നമ്മൾ നമ്മുടെ കഴിവിനെ കണ്ടെത്തുക. അപ്പോൾ ഇവനൊന്നും അങ്ങനെ പറയില്ല, എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊടുക്കുക, അങ്ങനത്തെ സെറ്റത്തിലൊന്നും കാണിക്കില്ല. എനിക്കിട്ട് വേണ്ടതെന്താണ്, കണ്ടത് തന്നെ ഭാഗ്യം. അങ്ങനെ അവർ കളി അനുസൃതം തുടർന്നുകൊണ്ട് നിൽക്കുക. അവൾ പ്രഗ്നൻ്റായി, സമയമായപ്പോൾ അവൾ പ്രസവിച്ച്. വേറൊരു പ്രത്യേകത ഉണ്ട്, ദൈവത്തിൻ്റെ സിഗ്നേച്ചർ എന്ന് പറയില്ലേ, അത് വല്ലാത്തൊരു സിഗ്നേച്ചറാണ്. ഇവൻ്റെ അതേ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി പെൺകുട്ടിയാണ്. ഇപ്പം ആ കുട്ടി കുറച്ചൊക്കെ വലിപ്പം വെച്ചിട്ടുണ്ട്, കുറച്ചല്ല പ്രായപൂർത്തിയൊക്കെ ആയിട്ടുണ്ട്. ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട്. ഇത്ര നല്ലൊരു പ്രവൃത്തി, കാലിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു പ്രവൃത്തി വൃത്തികേടാണെന്നും പറഞ്ഞ് ഒളിപ്പിച്ച് വെച്ചിട്ട് എത്ര പേര് സ്വയംഭോഗം ചെയ്തു, ഒന്നും നടക്കാണ്ട് വീർപ്പ് മുട്ടി കഴിയണം. ചില സ്ത്രീകൾ 4 ചുവരുകൾക്കുള്ളിൽ വാണടിച്ച് ചാകുക. പുരുഷന്മാരും ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി വേണമെന്ന് പറഞ്ഞതാണ്. നമ്മളാരും പുണ്യാളന്മാരൊന്നുമല്ല. ആരെ ബോധിപ്പിക്കാനാണ് ഈ സദാചാരം? ഇപ്പോൾ ഭയങ്കര മോശമായിട്ടുണ്ട് കേരളത്തിലെ സ്ഥിതി. ഞാനിപ്പോൾ പറയുമ്പോൾ തുടങ്ങും തെറി. നിൻ്റെ വീട്ടിൽ പെങ്ങാന്മാർ ചെയ്താൽ നിനക്ക് ഇഷ്ടമാവുക, ഭാര്യ ചെയ്താൽ ഇഷ്ടമാവുക. ഇവരെന്തിനാ അത് നോക്കണത്? അവനവൻ്റെ വീട്ടിൽ നല്ലോണം ചെയ്തു കൊടുക്കുക. അല്ലാണ്ട് നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കണ കാര്യമല്ലത്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, നടക്കാനുള്ളത് നടന്നിരിക്കും, അതിനൊരു സംശയവും വേണ്ട. ഒരുപാട് തെളിവുകൾ ഞാൻ നിരത്താം. ഒരിക്കലും നമ്മൾ വിശ്വസിക്കാത്ത, അവരങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാത്ത പെണ്ണുങ്ങളുടെ കളി വരെ എനിക്കറിയാം, ആണുങ്ങളുടെ അറിയാം. പറയുമ്പോൾ അതാ വലിയ സദാചാരമാണ് ഇവിടെ. ഒരു സദാചാരം ഇവിടെ ഇല്ല. സത്യം പറഞ്ഞാൽ ബന്ധുക്കൾ തമ്മിലാണ്, അല്ലാണ്ട് പുറംചാട്ടം ഇപ്പം കുറവാണ്. പിടിക്കപ്പെടും. വീടുകളുടെ ഉള്ളിൽ സേഫായിട്ടുള്ള കുറേ റിലേഷനുണ്ട്. ഇപ്പം അമ്മായിയമ്മ മരുമകൻ, അല്ലെങ്കിൽ ചേച്ചിയുടെ ഭർത്താവ് അനിയത്തി, ഇങ്ങനത്തെ കുറേ വീടിൻ്റെ ഉള്ളിൽ ആർക്കും ഡൗട്ടില്ലാത്ത ആ വെടി നല്ലോണം നടക്കുന്നുണ്ട്. അതായത് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും. ഓരോ വീടുകളിൽ നാത്തൂനും നാത്തൂനും തമ്മിൽ സ്വവർഗരതി.
ഗതി കെട്ടിട്ടാ. അതിപ്പോഴും അവർ ചെയ്യുന്നുണ്ട്. കാരണം പിടിക്കപ്പെടില്ല. കാരണം ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാം അവിടെ ആരെപ്പോൾ കയറി വരും, ഏത് സമയത്താണ് സേഫ്. ഒരു ആസ്പത്രി കേസ്, ഒരു കല്യാണമോ മരണമോ ഒക്കെ വന്നാൽ അവിടെ ഒരു ഗ്യാപ്പ് വരും. ആരും വരാത്ത മണിക്കൂർ കണക്കിന് സമയമുണ്ട് അവിടെ. അപ്പോഴാണ് ഇവർ ആർമാദിക്കണത്. അതിൽ പ്രായ വ്യത്യാസം ഒന്നുമില്ല. അമ്മാവൻ കളിക്കണ ഏത് അമ്മാവൻ എന്ന് പറഞ്ഞാൽ പെങ്ങളുടെ മകൻ്റെ ഭാര്യനെ അടിച്ചു കൊടുക്കണം. എന്തൊക്കെ വെടികൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് പറയാൻ പാടില്ല. അപ്പം തുടങ്ങും തെറി. ഒരാൾക്കും ഒരു ഉപകാരമില്ലാത്ത ആൾക്കാരാണ് ഈ സദാചാര എന്താ പറയുക മലവാണങ്ങൾ. ആണും പെണ്ണുണ്ട്. ഒന്നും നടക്കാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ. ആരെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ നെഞ്ഞത്തിടിച്ച് നൂലൊളിക്കാനുള്ളൊരു ആഗ്രഹം. ഇതിനൊന്നും മരുന്നില്ല. ഈ കേരളം അതപ്പതിച്ചുകൊണ്ടിരിക്കുക, ഒരു സംശയമില്ല.